നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ഉണ്ട്, എല്ലായിടത്തും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതായത് വണ്ടി പോകുന്ന എല്ലായിടത്തും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. തനിയാണെങ്കിൽ കൂടി ഇടിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി വിഷു എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെയിൽ പോസ്റ്റ് കേട്ടോ. അതായത് വിഷുവിന് നമ്മൾ അതായത് കോഴിനെ നമ്മൾ കൊടുക്കുക കേട്ടോ. അതായത് അമ്മക്കോഴിയും കുഞ്ഞിനെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മളെ ചാറത്തള്ളക്കോഴിയും പിന്നെ അതുപോലെ തന്നെ 5 കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ, വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു കുഞ്ഞിനെയും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് പുറകിലുണ്ട് കേട്ടോ. വിരിഞ്ഞിട്ടേ ഉള്ളൂ. വിരിഞ്ഞിട്ട് ഇന്നേക്കിപ്പം ഒരു ദിവസം ആയിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം ആവുന്നേ ഉള്ളൂ. അതായത് രാത്രി വിരിഞ്ഞാണ് ഇപ്പോൾ വൈകുന്നേരം സമയം. അപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും കൂട്ടലുണ്ട് കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളെ കാണാം, കണ്ടില്ലേ? എല്ലാവരും അതായത് നമ്മൾ ചാറത്തള്ളക്കോഴിയും പിന്നെ 5 കുഞ്ഞുങ്ങളാട്ടോ. അതിലൊരു കുഞ്ഞാണ് എക്സ്ട്രാ ഇതായി കാണുന്നത്. ഈ കാണുന്ന നല്ല ബ്ലാക്ക് കുഞ്ഞിട്ട് ഞാനതിനെ കാണിച്ചു തരാം. ഇപ്പോൾ ബാക്കിയുള്ളവർ ആദ്യം പരിചയപ്പെടുത്തി തരാം. നമ്മുടെ തള്ളക്കോഴി എന്ന് പറഞ്ഞാൽ 3ാമത്തെ തവണയാണ് അടച്ച് വിരിയിക്കുന്നത്. അപ്പോൾ 7-10 അങ്ങനെ റേഞ്ചിലാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. ഇപ്രാവശ്യം 8 മുട്ട വെച്ചതിന് 8 മുട്ടയാണ് തോന്നുന്നു വെച്ചത്. അതിൽ 5 എണ്ണം വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിരുന്നായിരിക്കും. അപ്പം ഈ 5 കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേതാ, ചാരപ്പുള്ളിയുണ്ട്, അതുപോലെ തന്നെ പൂവൻകോഴിയുടെ മാതിരിയുള്ള ബ്ലാക്ക് വൈറ്റ് പുള്ളി കേട്ടോ. ബ്ലാക്ക് വൈറ്റ് പുള്ളിയുള്ള 2 കുഞ്ഞുങ്ങളും ചാരപ്പുള്ളി വരുന്ന 2 കുഞ്ഞുങ്ങൾ. ഞാൻ അവരെ ആദ്യം കാണിച്ചു തരാം. കണ്ടില്ലേ, തള്ളക്കോഴിയുടെ അടിയിൽ ഇരിക്കുകയെന്ന് തോന്നുന്നതാ. ചാരപ്പുള്ളി വരുന്ന 2 കുഞ്ഞുങ്ങളുണ്ട്, കണ്ടില്ലേ? ഇതാണ് നല്ല പക്ക നല്ല ചാരപ്പുള്ളി കുഞ്ഞാട്ടോ. അതൊക്കെ കണ്ടില്ലേ, ചാരപ്പുള്ളി പറഞ്ഞാൽ ചാരപ്പുള്ളിയാണ്. കുറച്ച് മോൾ ഭാഗത്ത് ചാര, കഴുത്തിൻ്റെ താഴത്ത് കൂടെ വൈറ്റ് കാണുന്നില്ലേ, വലുതാകുമ്പോൾ ചാരപ്പുള്ളിയാവും. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി. പിന്നെ ഇതിനകത്ത് ഒരു ബ്ലാക്ക് കുഞ്ഞുണ്ടല്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞ കുഞ്ഞിട്ടോ. ഇതാണ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചിട്ടുള്ള ഒരു ഫാൻസി കുഞ്ഞാട്ടോ. ഇത് കൊഷ്യൻ പാൻറ്റം ഇനത്തിൽപ്പെട്ട കുഞ്ഞാന്ന് തോന്നുന്നത്. അപ്പോൾ അവരടുത്ത് ഒരു മുട്ടയിട്ട് ഒരു തവണ മുട്ടയിട്ടുള്ളൂ, ഒറ്റ മുട്ടയിട്ടുള്ളൂ. അപ്പോൾ ഞാനതെടുത്ത് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിച്ചത്. വെച്ചാൽ ഇവരുടെ കൂടെ വെച്ച് വിരിയിച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് അറിയില്ല. അപ്പം അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിച്ചപ്പോൾ കളർ വ്യത്യാസം നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇവരെ കൂടെ ഇട്ട് കുറച്ച് സമയം വിട്ട് നിൽക്കുന്നുണ്ട്. ഇവരെ കൂടെ ആയിട്ട് കൂടുന്നില്ല, പക്ഷേ കുറച്ച് വ്യത്യാസം ഉണ്ട്. ആ കുഞ്ഞിന് കുറച്ച് നീളം കൂടുതലുണ്ട്, പിൻഭാഗത്ത് കുറച്ച് ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. അതിങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോൾ കണ്ടില്ലേ, മറ്റു കുഞ്ഞുങ്ങളൊക്കെ ഒരു ഉരുണ്ടിട്ടായിരിക്കുന്നത്. അതിന് കുറച്ച് നീളം കൂടുതലുണ്ട്, കണ്ടില്ല, അവിടെ ഇരുന്ന്. അതാണ് മാറ്റമുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളക്കോഴിയും പിന്നെ 5 കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കണം. അതിൻ്റെ കൂടെ ആ കുഞ്ഞിനെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക കേട്ടോ. അതിന് നമ്മൾ ഒന്നും വാങ്ങുന്നൊന്നുമില്ല. ചാറ തള്ളക്കോഴി ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നല്ല പക്ക നല്ല നാടൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്കും കുഴപ്പമില്ലാത്ത റേറ്റ് ആയിരിക്കും കേട്ടോ, ഒരുപാട് റേറ്റ് ആയിരിക്കില്ല. അപ്പം ആവശ്യമുള്ളവർ നമുക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. വാട്സപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഡീറ്റെയിൽസ് പറയായിരിക്കും കേട്ടോ. അതായത് വിലയും കാര്യങ്ങളും ഇതിൽ പറയുന്നില്ല, ഓരോ സ്ഥലത്ത് ഓരോ വിലയായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. നമ്മളെ കോഴിക്കൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആവശ്യക്കാരാണോ നമ്മൾ ചോദിക്കുന്നത് അവരോട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ തീറ്റ കഴിഞ്ഞാൽ ഫുള്ള് വിശ്രമത്തിലാട്ടോ, കണ്ടില്ലേ, എല്ലാവരും കിടന്നുറങ്ങി. അപ്പം ചാറത്തള്ളക്കോഴി, അതായത് തള്ളക്കോഴി 3ാമത്തെ തവണയാണ് മുട്ടയിട്ട് അടയിച്ച് വിരിയിക്കുന്നത് കേട്ടോ. അപ്പോൾ വിഷു ആയതുകൊണ്ട് നമ്മളെ ചാറത്തള്ളക്കോഴിനും 5 കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞിനും കൂടെ നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കുഞ്ഞിനെ ഫ്രീ ആയിട്ട് നമ്മൾ വിഷു ഓഫറിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാകമായ റേറ്റിലായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുക. അപ്പം നമ്മളെ വിഷു ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇടുന്ന സെയിൽ പോഴ്സാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടില്ല, നല്ല ആക്റ്റീവാണ്, അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവിടെ തന്നെ വിരിച്ചിറക്കിയാണ്. ഇവർ കുഞ്ഞുങ്ങൾ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിച്ചല്ല കേട്ടോ, ഒരൊറ്റ കുഞ്ഞിനെ മാത്രമാണ് നമ്മൾ വെച്ച് വിരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇവിടെ തന്നെ അടയിരുന്ന വിരിക്കുക. നമ്മൾ ഇൻക്യുബേറ്റർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുക എന്നല്ലാതെ നമ്മൾ തള്ളക്കോഴിക്ക് തന്നെ അവിടെ വെച്ച് വിരിയിക്കുക. അപ്പോൾ അതന്നെയാണ് ഒരുവിധം സേഫും. കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ഏറ്റവും നല്ല സേഫാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മളതായി കുഞ്ഞുങ്ങളായിട്ടുള്ളത് കൊടുക്കാൻ കണ്ടില്ലേ. അപ്പം പുള്ളിക്കുട്ടികളാണ് പക്ക. അപ്പോൾ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർ ഓൾ കേരള ഡെലിവറി ഉണ്ട്. നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കാം കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.